നമുക്കിന്ന് പന്നിയും ചക്കയും നല്ല കുഴമ്പൻ കറി ഉണ്ടാക്കാം. ഇത് അങ്കമാലി സ്റ്റൈലാണ്. എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് തരുന്നൊരു റെസിപ്പിയാണത്. ആദ്യം നമുക്ക് പന്നിയിറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്രയിട്ട് നമ്മൾ വേവിക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉരുളിയിലാണ് വേവിക്കണമെങ്കിൽ അത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് അത് വേവട്ടെ. അപ്പോൾ വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ ആ പന്നിയിറച്ചിയുടെ സ്കിന്നുണ്ടല്ലോ, സ്കിൻ വരുന്ന ഭാഗം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേവ് അറിയാൻ പറ്റും. കുക്കറിൽ വേവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ചക്ക അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ ഇറച്ചിയിലെ വെള്ളം, ഇറച്ചി തിളച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടായിക്കോളും. എന്നിട്ട് ചെറിയ തീയിലിട്ടത് ഇപ്പോൾ വെന്തോ നോക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി, സ്കിൻ വശം. എന്നിട്ട് അതിൻ്റെ വെള്ളം വറ്റാറാവുന്ന സമയം കണ്ടിട്ട് നമ്മൾ ചക്ക ഇടുന്നു. ചക്ക ഇട്ടിട്ട് ചക്കയ്ക്ക് ഒരു 1-2 ആവിയൊക്കെ വരുമ്പോഴത്തേക്കും ചക്ക പെട്ടെന്ന് വേവും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഒലത്താനായിട്ട്, ഞങ്ങൾ ഒലത്താന്നാണ് പറയണേ. അപ്പോൾ അതിനകത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയാണ് ചതച്ച് എടുക്കേണ്ടത്. സവാള ചേർക്കരുത് ഒരിക്കലും. പന്നിയിറച്ചിയിൽ ഉള്ളിയാണ് ടേസ്റ്റ്, കൊച്ചുള്ളി. എന്നിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 2-2.5 ടീസ്പൂൺ. അതായത് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ പന്നിയാണ് എടുക്കണത്. പിന്നെ നമ്മൾ മുളക് പൊടി വേവിക്കാനിട്ടപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ, ബാക്കി പിന്നെ നമ്മൾ ചതച്ച മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇട്ടു, ചതച്ച മുളക് പൊടി ഇട്ടു, ആ മസാലയിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടു. പിന്നെ പെരുംജീരകവും കുരുമുളകാണ് ഇപ്പോൾ ഇടുന്നത്. വേറെ മസാലയൊന്നും ചേർക്കരുത്, കുരുമുളകും പെരുംജീരകം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അതങ്ങോട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ വേപ്പില ഇട്ടു, ആവശ്യത്തിന് വേവിച്ച് വെച്ചേക്കണ ഇറച്ചി, ഈ പന്നി അതിലോട്ട് ഈ മസാലക്കൂട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി നല്ലപോലെ ആവി വന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പന്നി ചക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എനിക്ക് കമൻറ്റ് ചെയ്യണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.